ഹായ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റൊമാനിയയിലെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പോർക്കിനെ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, അതിന് പരിമിതികളുണ്ട്. 3ഓളം പന്നികളെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാനിയയിൽ തന്നെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ നടത്തി വരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ള ഇതാണ്. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു ചടങ്ങായിട്ട് അവർ ചെയ്യുന്നത്. അത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് സമയത്ത് പച്ചക്കറികളുടെ ലഭ്യതക്കുറവ് മൂലം ഈ പോർക്ക് അവർ കട്ട് ചെയ്ത് ഫ്രീസറിൽ വിൻ്റർ ടൈമിൽ മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതേപോലെ തന്നെ പലതരം വിഭവങ്ങൾ ഈ പോർക്ക് വെച്ച് അവർ ഉണ്ടാക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അതിരാവിലെ തന്നെ അവിടെ എത്തി. അതിൻ്റെ കൂട്ടിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്, കട്ട് ചെയ്യുന്നതിന് മുമ്പ് കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറെണ്ണമുണ്ട്. അപ്പം അതിനുശേഷം അതെല്ലാം കഴിഞ്ഞു ഗ്യാസ് വെച്ച് തീ വെച്ചടിച്ച് അതിൻ്റെ രോമവും എല്ലാം കരിക്കുന്ന ഒരണു ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് നല്ല ശക്തിയായിട്ടുള്ള തീ അടിച്ച് രോമവും അതിൻ്റെ മാംസത്തിലെല്ലാം നല്ല രീതിയിൽ കരി പിടിക്കുന്നത് പോലെ തീ അടിച്ച് ചിരണ്ടി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ചൂടുവെള്ളം ഒഴിച്ച് വല ഉപയോഗിച്ച് തേച്ച് വൃത്തിയാക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാം, ഫുള്ള് വലയും ചിരണ്ടി വൃത്തിയാക്കി അതിൻ്റെ അഴുക്ക് മൊത്തവും കളഞ്ഞാണ് എടുക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ പണി ഏകദേശം കഴിയാറായി. മറ്റൊരെണ്ണം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തേച്ച് വൃത്തിയാക്കി അതിൻ്റെ അണുക്കൾ എല്ലാം പോകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒട്ടും അഴുക്ക് നിൽക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത്. ഒരെണ്ണത്തിൻ്റെ വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞ് അടച്ച് മൂടി ഇട്ടേക്കും. അത് 10 മിനിറ്റോളം അങ്ങനെ ഇട്ടേക്കും. അതിനുശേഷം എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനിടയ്ക്ക് കൂടെ വെളിയിൽ നല്ല തണുപ്പാണ്. തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അവർ വൈനും സോഡയും കൂടെ മിക്സ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഈ വൈനെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മളതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. എന്നെയും കുടിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. അത് കണക്ക് ഈ ബാറിനകത്തിരിക്കുന്ന മൊത്തം ഇവിടെ മുമ്പ് വാറ്റിയ നാടൻ ചാരായമാണ്. ഇവിടാണ് നമ്മൾ മുമ്പ് വന്ന് വീഡിയോ എടുത്തത്. ഇവിടെ തന്നെ ഒരു കൂട്ടമുണ്ട്. വലിയൊരു ഗ്യാസ് സ്റ്റൗവിലാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അതിന് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ചമ്മൽ. അതേപോലെ ഈ മച്ചാൻ ഇടയ്ക്കിടയ്ക്ക് ആരും കാണാൻ വന്ന് ഓരോ ഗ്ലാസ് എടുത്ത് അടിക്കുന്നുണ്ട്. തണുപ്പ് മാറ്റാനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെയും വിളിച്ച് വാ നീ അടി എന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മളെ കട്ട് ചെയ്യുന്ന മെയിൻ ആശാൻ. പുള്ളിക്കാരന് ഇത് കണക്ക് ഒരു ഗ്ലാസ് വൈൻ കൊണ്ടുവന്ന് കൊടുത്ത് പുള്ളിച്ച് തിരക്കിലാണ്. അതിനുശേഷം മെഷീൻ ഉപയോഗിച്ചും അല്ലാതെയും ഒക്കെ കട്ട് ചെയ്ത് ഓരോ ഭാഗങ്ങളാക്കി മാറ്റി ഓരോ പാത്രങ്ങളിൽ വെച്ചേക്കുവാണ്. അതേപോലെ തന്നെ ഈ പോർക്ക് കട്ട് ചെയ്ത് അവർ ലാബിൽ അയച്ചിട്ട് ലാബിൽ റിസൾട്ട് വന്നതിന് ശേഷമേ ഇവരുടെ അടുത്തത് പാചകം ചെയ്യാറുള്ളൂ. ഇതിവിടുത്തെ ട്രഡീഷണലിൻ്റെ ഭാഗമായിട്ടാണ്. അവിടുത്തെ പയ്യൻ അപ്പോഴത്തേക്ക് എൻ്റെ ഇടയ്ക്കൂടെ അവനൊരു വിനോദമായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കളിയായിട്ട് വന്നേക്കാണ്. എൻ്റെ പേര് ദാവിദ് എന്നാണ്. അവിടുത്തെ കൊച്ചു പയ്യനാണ്. അപ്പോൾ ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്, ഇത് ഇവിടുത്തെ ഒരു ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ്. മൃഗങ്ങളോടുള്ള ഒരു ക്രൂരതയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത ദിവസങ്ങളിൽ ഇനിയും ഇതേപോലുള്ള വീഡിയോസുമായിട്ട് കാണാം. ബായ്.